നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. റോമാലേഖനം 8:16. പരിശുദ്ധാത്മാവ് നടത്തുന്നു. റോമാലേഖനം 8:14. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. റോമർ 8:26. സത്യത്തിൽ നമ്മെ നടത്തുന്നു. യോഹന്നാൻ 16:13 വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും കൂടി നാം അറിയണം. ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന സൃഷ്ടികർമ്മത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവിടുന്നതായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. നമ്മൾ ഓർക്കുക, യഥാർത്ഥമായി നമ്മൾ ദൈവത്തെക്കുറിച്ചൊരു അറിവ് പ്രാപിക്കുമ്പോൾ ശരിയായ വിധത്തിൽ നമ്മൾ അത് അറിയുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവവും എല്ലാ രീതിയിലും യേശുക്രിസ്തുവിനും ഉണ്ട്, പരിശുദ്ധാത്മാവിനും ഉണ്ട്. ദൈവത്തിൻ്റെ സകല സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ നമുക്ക് പഠിക്കുവാനും കഴിയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. 3-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയല്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. ഇപ്പോൾ പാമ്പ് പറയുന്നത്, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുക, നിങ്ങൾ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. എന്നാൽ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അപ്പോൾ കാലുകളുണ്ടല്ലോ നടക്കുവാൻ, അല്ലേ? ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പം നടക്കുമ്പോൾ ദൈവത്തിന് കാലുണ്ട്, ഇല്ലെങ്കിൽ നടക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ 22-ാമത്തെ വാക്യത്തിൽ, 3-ന്റെ-22-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇത് തന്നെയല്ലേ പിശാചും പറഞ്ഞത്, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായിത്തീരും, ദൈവത്തെ പോലെ ആകുമെന്നല്ലേ സാത്താനും പറഞ്ഞത്. ദൈവവും അത് തന്നെ ഇവിടെ എടുത്തു പറയുന്നത് ശ്രദ്ധിച്ചോ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പം ദൈവത്തെ പോലെ നമ്മളിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതാരാണ്? കയ്യും കാലുമുള്ള ജഡത്തിൽ വന്നവൻ ആരാണ്? അവൻ തന്നെയാണ് നടന്നത് തോട്ടത്തിൽ കൂടി. അല്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് അങ്ങനെ നടക്കാൻ കഴിയുമോ? പിതാവായ ദൈവത്തിന് അങ്ങനെ നടക്കാൻ കഴിയുമോ? കാരണം അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്, അരൂപിയാണ് ദൈവം. ദൈവം ആത്മാവാകുന്നു. ഒരു രീതിയും പറയാൻ, ഒരു ആകൃതിയും പറയാൻ കഴിയില്ല, ഒരു ഷേപ്പ് പറയാൻ കഴിയില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗമായിരുന്ന യേശുവും പരിശുദ്ധാത്മാവിനെയും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ ആ ഷേപ്പ് എന്ന് പറയാൻ കഴിയുമോ? അരൂപിയാണ്, ദൈവത്തിന് രൂപമില്ല. അത്ര രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ബൈബിൾ. അത് സർവ്വവ്യാപിയായ ദൈവമാണ്. ഭൂമിയിലും സ്വർഗത്തിലും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൈയുടെയും കാലിൻ്റെയും ഷെയ്പ്പ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ഷെയ്പ്പ് പറയാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ആദാം ലംഘനം നടത്തി ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞത് ഇതാണ്, യഹോവയായ ദൈവം മനുഷ്യൻ നന്മകളെ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. റോമലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം, വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദാം, തേജസ്സില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ തേജസ്സില്ലാതെ വരുന്നവനാണ് യഥാർത്ഥമാകുന്ന രക്ഷകൻ എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്. നമ്മളിൽ ഒരുവനായ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പം ജഡത്തിൽ
ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ഒരൊറ്റ വ്യക്തിയാണ് വചനം. വചനത്തിന് രൂപം കൊടുത്തു, ഷെയ്പ്പ് കൊടുത്തു, ആകൃതി കൊടുത്തു, ജഡാവതാരം എടുത്തതും വചനമാണെന്നുള്ള സത്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവും ദൈവമാണ്. ചിലർ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ ഒരു വാക്യം കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന വിരുദ്ധന്മാരുണ്ട്. വായിച്ച് കേൾപ്പിക്കാം ഞാൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഉണ്ടോ? യേശു ക്രിസ്തുവിനെ ദൈവം തന്നെയാണെന്ന് അവിടെ പറയുന്ന വാക്യമാണിത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ ദൈവത്തോടു കൂടിയിരുന്ന ദൈവം, ആ ഒരു ദൈവത്തിന് മാത്രമേ ജഡാവതാരം ഉള്ളൂ, ശരീരമുള്ളൂ, കൈയും കാലും ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ദൈവവചനം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. യേശു മാത്രമേ ഇങ്ങനെ ജഡത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുള്ളൂ. അത് നാം വ്യക്തമായി മനസ്സിലാക്കുക. ദൈവം നമ്മളെ അധികമായി കൂടുതലായി ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. അടുത്ത തീയാലുള്ള സ്നാനം. യേശു ജലത്തിൽ സ്നാനമേറ്റു, യേശു പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. തീയാലുള്ള സ്നാനവും യേശു പ്രാപിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. യേശു ജലത്തിൽ സ്നാനമേറ്റതാണെന്ന് നമുക്കറിയാം. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയിട്ടുള്ളതാണ്, അതും നമുക്ക് അറിയാം. തീയാലുള്ള സ്നാനം കൂടി യേശുവിനെ ഏൽക്കണം. യേശു ഏൽക്കുന്ന ഈ 3 സ്നാനവും നമ്മളും ഏൽക്കണം. അത് വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഒരു സ്നാനം കൂടി ഏൽക്കാനുണ്ടെന്ന് കർത്താവ് പറയുകയാണ്. യേശു കർത്താവ് പറയുകയാണ്, എനിക്കൊരു സ്നാനം കൂടി ഏൽപ്പാൻ ഉണ്ട്, അത് കഴിവോളം ഞാൻ ഞെരങ്ങുന്നു എന്നാണ്. അത് തീയാലുള്ള സ്നാനമാണ്, അത് അഗ്നിയാലുള്ള സ്നാനമാണ്, അത് കാൽവറിയിൽ വിട്ടുപോകുന്ന മരണത്തെ പ്രസ്താവിക്കുന്നതാണ് ആ സ്നാനമെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അടുത്ത വാക്യം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. സെബദി പുത്രന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് 36-ാമത്തെ വാക്യത്തിൽ. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒറ്റൊരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമേ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയമെന്ന് യേശുവും പറഞ്ഞു. അപ്പോൾ ഇത് കാൽവറിയിലെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. അത് വ്യക്തമായി നാം മനസ്സിലാക്കണം. ഇത് യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തെയാണ് വ്യക്തമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. യേശു അനുഭവിച്ച കഷ്ടാനുഭവം അനുഭവിച്ചറിയണമെന്നുള്ള ആ ചില ചിന്തകൾ ഒന്നുകൂടി പരിശോധിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-11 വായിക്കുമ്പോൾ, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ മരണം എന്തായിരുന്നോ അത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അവൻ്റെ മരണം എന്താണോ അത് നാം അനുഭവിച്ചറിയണം.